ആന്ധ്രാപ്രദേശിലെ ഒരു മെയിൻ റോഡാണ് ഈ കാണുന്നത്. നമ്മളെ നാട്ടിലെ റോഡുകളൊക്കെ പോലെ തന്നെ ചെറിയ റോഡായിട്ടാണ് ഈ ഒരു ഏരിയയിൽ ഫീൽ ചെയ്തത്. വലിയ റോഡിൽ നിന്നൊക്കെ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു റോഡിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ചെറിയൊരു പീടിക. നമ്മളെ നാട്ടിലൊക്കെ ചെറിയ കുട്ടികൾ അതുപോലെ ചെറിയ ചെറിയ ഏരിയയിൽ കാണാവുന്ന പീടിക ഇപ്പോൾ ഇങ്ങനത്തെ കടകൾ കാണാൻ സാധിക്കുമോ എന്നുള്ളത് അത്ഭുതമാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു കട ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറിയതാണ്. ഇവിടെ ബിസ്ക്കറ്റുകൾ, കാര്യങ്ങൾ, ചായ ഇങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. ഇവിടുത്തെ ചായക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരുമിച്ച് ഫ്ലാസ്കിൽ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുക. പിന്നീട് അത് ഓരോ ആളുകൾ വരുമ്പോൾ ഒരു ഗ്ലാസ്സിലാക്കി ഇങ്ങനെ കൊടുക്കും. ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ. ആ ഗ്ലാസ്സിലാണ് നമുക്ക് ചായ കിട്ടുക. അതിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. നല്ല മധുരം ഉണ്ടാവും, നല്ല കട്ടി ഉണ്ടാവും. പിന്നീട് പല കടകളിലും പല റേറ്റാണ്. ഈ കടയിൽ 5 രൂപയാണ് ഈ ഒരു ഗ്ലാസ് ചായക്ക് റേറ്റ് വരുന്നത്. അങ്ങനെ ഈ ഒരു മിടുക്കിയെ ഇങ്ങനെ കണ്ടു. മിടുക്കി നമ്മളോട് നല്ലവണ്ണം സംസാരിച്ച്. എനിക്കിവിടെ ഒരു ഹൈലൈറ്റായി തോന്നിയത് ഈ ഒരു പപ്പടം പോലത്തെ ഈ ഒരു സാധനമാണ്. ഈ ഒരു സാധനം പിന്നീട് അവർ എനിക്കൊരു ചമ്മന്തിയൊക്കെ കൂട്ടി തന്ന്. നമ്മുടെ നാട്ടിലെ തനി പപ്പടം തന്നെ അതിലേക്കൊരു ചമ്മന്തി കിട്ടിയാൽ എങ്ങനെ, അതുപോലത്തെ രൂപമാണ് ഈ ഒരു സംഭവം കഴിക്കുമ്പോൾ കിട്ടിയത്. അങ്ങനെ ഇവരോട് ഞാനിങ്ങനെ സംസാരിക്കുകയാണ് ആ മകളെ പറ്റിയിട്ടും ആ മകൾ ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇങ്ങനെ നല്ല കൂളായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നത്. പിന്നീട് ഞാൻ ഈ ഒരു പപ്പടത്തേയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്ന് മധുരം വരുന്ന ഒരു ഐറ്റം, ബാക്കി രണ്ടും കുറച്ച് ഒരു മുളക് പൊടിയോ അങ്ങനെ എന്തൊക്കെയോ മിക്സാക്കി ഉണ്ടാക്കിയ ഒരു ഐറ്റം. പിന്നീട് ഞാനതും കൂട്ടി കഴിച്ച് നോക്കിയപ്പോൾ ഒരു നോർമൽ ഒരു ടേസ്റ്റ്, അത്ര വലിയ രുചി എന്നൊന്നും പറയില്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ്, ഒരനുഭവം എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ ഈ കാണുന്ന അലമാരയിലാണ് ഇതുപോലെ ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ബിസ്ക്കറ്റുകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു കടയിലുണ്ട്. അതിനൊക്കെ 5 രൂപയാണ് റേറ്റ് വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് മനോഹരമായിട്ടുള്ള ഒരു വില്ലേജുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ടൗണിലെ കാഴ്ച. അതായത് റോഡാണ്, മെയിൻ റോഡാണ്, അതിൻ്റെ സൈഡിലുള്ള വീടുകളൊക്കെയാണ് ഈ കാണുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു കടയിൽ ഇങ്ങനെ നോക്കി കാണുമ്പോൾ, ഇങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കി കാണുമ്പോൾ ഇതുപോലത്തെ ഒരു യന്ത്രം കണ്ട്. ഇത് അടക്കൊക്കെ നമുക്ക് ഇങ്ങനെ നുറുക്കിയെടുക്കാനുള്ളതാണ്. അതിൻ്റെ ആ ഒരു രൂപവും ഷേപ്പൊക്കെ വല്ലാതെ തന്നെ ഇങ്ങനെ അതിശയപ്പെടുത്തി. നമ്മളെ നാട്ടിൽ നമ്മൾ കത്തിയിട്ട് ഇങ്ങനെ അടക്ക ചുരണ്ടൂലേ, അങ്ങനെ ഒക്കെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തിയാണ്. ഒരു പ്രത്യേക തരം ഷേപ്പിലാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നല്ല മൂർച്ച ഉണ്ട് കേട്ടോ. നല്ല അതിൻ്റെ ആ ഒരു വളമൊക്കെ നല്ല മൂർച്ചയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്.